തൃശൂർ ജില്ലാ OICCയുടെ നിയുക്ത പ്രസിഡന്റ് ബെന്നി വാടാനപ്പള്ളി, സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ ഈ ഇലക്ഷൻ നിയന്ത്രിച്ച ഇലക്ഷൻ ഓഫീസേഴ്സായ ശ്രീ മാത്യു പാറക്കൽ, ശ്രീ ഹരികൃഷ്ണൻ, ഗ്ലോബൽ കമ്മിറ്റിയുടെ മെമ്പർ ഇസ്മയിൽ എൽമേലി, ശ്രീ റസാഖ് പൂക്കൂട്ടുംപാടം, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, എന്റെ സഹപ്രവർത്തകരെ, എന്റെ നേതാക്കന്മാരെ, OICC റിയാദ് ഇലക്ഷൻ പ്രചരണങ്ങൾ ആരംഭിച്ച നാൾ മുതൽ ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചക്കാലമായി നമ്മൾ നല്ല പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നയിക്കേണ്ടത് ആരാണ്? വരുന്ന 3 വർഷം റിയാദിൽ ആരാണ് നമ്മെ നയിക്കേണ്ടത്? അതാത് ജില്ലാ കമ്മിറ്റികളെ ആരാണ് നയിക്കേണ്ടത്? ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് വേണ്ടി KPCCയും ഗ്ലോബൽ കമ്മിറ്റിയും അംഗീകരിച്ച് നടപ്പിലാക്കിയ പുതിയ ഭരണ സംവിധാനം നമ്മുടെ റിയാദിലും വരികയാണ്. കുറച്ചു വൈകിയാണെങ്കിലും റിയാദിൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇതിന് ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായതിൽ ഞാൻ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നു. കാരണം ആശംസാ പ്രസംഗത്തിൽ ഹരികൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി, കേവലം 6 മാസത്തെ താൽക്കാലിക സംവിധാനത്തിന് മാത്രം നിലയിൽ വന്ന നമ്മുടെ സെൻട്രൽ കമ്മിറ്റി 4 വർഷക്കാലം റിയാദിൽ തുടർന്നു എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു മികവായോ കോട്ടമായോ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തു തന്നെയാകട്ടെ, ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റിയാദിലെ കോൺഗ്രസുകാർക്ക് തലയുയർത്തി നിൽക്കാൻ പാകത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഇലക്ഷൻ നടത്തി പുതിയ സെൻട്രൽ കമ്മിറ്റികളെയും ജില്ലാ കമ്മിറ്റികളെയും നിലവിൽ വരുത്തുന്നതിന് KPCCയും ഗ്ലോബൽ കമ്മിറ്റിയും എടുത്ത തീരുമാനത്തെ വളരെയധികം സന്തോഷത്തോടെ, ആശീർവാദത്തോടെ, അനുമോദനത്തോടെ, അന്തത്തോടെ ഒരു OICC പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അധികം നീട്ടുന്നില്ല. ഈ പ്രവർത്തനത്തിന് വേണ്ടി, ജില്ലാ കമ്മിറ്റിയുടെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ചേർത്തിയ മെമ്പർമാരെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മെമ്പർമാരെ നിരന്തരം ബന്ധപ്പെടുകയും ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്ത എന്റെ നേതാക്കളും എന്റെ സഹപ്രവർത്തകർക്കും ഞാനാണ് ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. അവരാണ് ഈ യോഗത്തിന്റെ വിജയത്തിന്റെ അവകാശികൾ. കാരണം ഒരു അപശബ്ദമില്ലാതെ, ഒരു തരത്തിലുള്ള വിയോജിപ്പുകളില്ലാതെ ഒറ്റക്കെട്ടായി ശ്രീ ബെന്നി വാടാനപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഈ ജില്ലാ കമ്മിറ്റി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കുള്ളിൽ കമ്മിറ്റി വിളിച്ചുകൂട്ടുമ്പോൾ അതിൽ വന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായിക്കൊണ്ട് എന്നും എപ്പോഴും നിങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.